നമസ്കാരം, ഞാൻ ഡോക്ടർ നിത്യ, കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ഒത്തിരി പേര് യൂറോളജി ഒ പിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ പല ഏജിലും പല റീസൺസാണ് യൂറിനറി ഇൻഫെക്ഷന് കാണുന്നത്. ഇപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഡിഫറെൻറ്റ് കോസസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കോസസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. നമ്മൾ എല്ലായ്പ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ കുറച്ച് ആൻറ്റിബയോട്ടിക് ഇടുക, ട്രീറ്റ് ചെയ്യുക, അത് നോക്കുമ്പോൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ കോസ് എന്ന് ആദ്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നോർമലി നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുവരുന്നത് യങ് ഏജിലുള്ള ഗേൾസിനാണ്. ലൈക്ക് ഒരു 30 to 50 ഇയേഴ്സിലുള്ള നിറയെ പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ ഇത്തരം വരുന്നവർക്ക് നമ്മൾ ബേസിക്കായിട്ട് യൂറിൻ റൂട്ടീനും കൾച്ചറും നോക്കി കറക്റ്റ് ഡോസിലുള്ള ആൻറ്റിബയോട്ടിക് ഫോർ കറക്റ്റ് ഡ്യൂറേഷൻ ട്രീറ്റ് ചെയ്യണം. പിന്നെ അത് ഏത് ബാക്ടീരിയ ആണെന്ന് സ്പെസിഫിക് ആയി നോക്കിയിട്ട് അതിന് സെൻസിറ്റിവിറ്റിയുള്ള മെഡിസിൻസ് തന്നെ കൊടുക്കണം. ഈ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ എന്തെങ്കിലും റീസൺ ഉണ്ടോ നോക്കുക. ഒന്നിൽ കൂടുതൽ തവണ യൂറിനറി ഇൻഫെക്ഷൻ അടുപ്പിച്ച് വരുവാണെങ്കിൽ നമ്മൾ ഒരു 2 times in 3 months അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. പിന്നെ ഒരു സിസ്റ്റോസ്കോപ്പി എന്ന് പറയും, ഒരു സ്മോൾ ടെസ്റ്റാണ്. നമ്മൾ യൂറോളജി സൈഡിൽ നിന്ന് ബ്ലാഡറിനകത്തുള്ള എന്തെങ്കിലും പത്തോളജി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ വെജൈനൽ ഇൻഫെക്ഷൻ ആണോ, നിറയെ പേര് വെജൈനൽ ഇൻഫെക്ഷന് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് ഡൗട്ട് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ വെജൈനൽ ഇൻഫെക്ഷനും റൂൾ ഔട്ട് ചെയ്യണം. വെജൈനൽ സ്വാബ് എടുത്ത് വിടാം. അങ്ങനെ പല കുറച്ച് ടെസ്റ്റുകളും ചെയ്ത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ് ഈ പേഷ്യൻറ്റിന് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മിഡിൽ ഏജിലുള്ള ലേഡീസിന് മിക്കതും ഈ പല റീസൺ, കോൺസ്റ്റിപ്പേഷൻ റൂൾ ഔട്ട് ചെയ്യണം. ഈവൻ സെക്ഷൽ കോൺടാക്റ്റ് കാരണമുള്ള UTI ആവാം. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ മോസ്റ്റ് കോമൺ ഡയബറ്റീസ്, അതും നമ്മൾ HbA1c അല്ല ആവറേജ് ബ്ലഡ് ഷുഗർ നോക്കി ഈ ബോർഡർ ലൈൻ ഡയബറ്റിക് ഉള്ളവരെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ കുറച്ചുകൂടെ യങ്ങർ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഗോയിങ് ഗേൾസിന് നമ്മൾ റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ട്. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ചോദിക്കേണ്ടത് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ, ലൈക്ക് ഒരു വയസ്സിന് താഴെ ഇൻഫൻ്റ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോയെന്ന്. കാരണം ജന്മനാലുള്ള കുറച്ച് കണ്ടീഷൻസ് കുട്ടികൾക്ക്, സ്മോൾ ഗേൾസ്, സ്കൂൾ ഗോയിങ് ഗേൾസിന് അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ട്യൂബിലുള്ള ഒബ്സ്ട്രക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം PUGO എന്ന് പറയും, അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസ്. ഇതൊക്കെ നമ്മൾ കൊച്ചുകുട്ടിയിൽ തന്നെ വരും. അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്കാനിങ്ങും MCU അങ്ങനെ DTPS സ്കാൻ അങ്ങനെ പല സ്കാനും എടുത്ത് നോക്കേണ്ടി വരും യങ് ഗേൾസിന്. പക്ഷേ മോസ്റ്റ് കോമൺ ഈ ജന്മനാലുള്ള കണ്ടീഷൻ ഇല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, സ്കൂൾ ഗോയിങ് ഗേൾസിനുള്ള അസുഖത്തിന് മെയിൻ കാരണം അവർ ഇന്നാഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് ചെറിയ ഡോസിൽ കുറച്ച് നാൾ മാത്രം മെഡിസിൻസ് കൊടുക്കുക. പിന്നെയുള്ളത് കോൺസ്റ്റിപ്പേഷൻ, ബവൽ ഹാബിറ്റ്സ് നോർമൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ബ്ലാഡർ ഹാബിറ്റ്സ് നോർമൽ ആയിരിക്കില്ല. യൂറിൻ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെക്കും, കറക്റ്റ് വാട്ടർ ഇൻടേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സ്കൂൾ ഗോയിങ് ഗേൾസിൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബവൽ മൂവ്മെൻറ്റ്സിന് കുറവാണെങ്കിൽ എന്തെങ്കിലും സിറപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ചസ് വരുത്തുക, വാട്ടർ ഇൻടേക്ക് അഡിക്വേറ്റ് നോക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പറയുക. അത് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഈ യങ് ഗേൾസിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ പേഴ്സണൽ ഹൈജീൻ ഡെഫിനറ്റ്ലി അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ ഏജ് ഗ്രൂപ്പിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓൾഡ് ഏജ് ആകുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ഏജ്ഡ് ആകുമ്പോൾ ഉള്ളത് മെനോപോസ് ലേഡീസിനുള്ള യൂറിനറി ഇൻഫെക്ഷൻ, ഈ ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം അവർക്ക് റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വരും. അത് അതിനുള്ളതും ഇതേ സെയിം യൂറിൻ ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് കൊടുക്കണം. ലോക്കൽ അപ്ലിക്കേഷൻ ഓഫ് വെജൈനൽ ക്രീം മതി. അതിന് സൈഡ് എഫക്ട്സ് ഇല്ല, അതിന് മോർ ചാൻസ് ഫോർ മാലിഗ്നൻസിയോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈസ്ട്രജൻ ഹോർമോൺ കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന്. പക്ഷേ ലോക്കൽ ആപ്ലിക്കേഷൻ അതും ലോ ഡോസിൽ നമ്മൾ കൊടുക്കുന്നു. വീക്ക്ലി 2 days നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയുന്നുള്ളൂ. ഈ വെജൈനൽ ഈസ്ട്രജൻ സപ്ലിമെൻറ്റേഷൻ ഈ മെനോപോസൽ ലേഡീസിനുള്ള റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിസ്റ്റോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് ചെയ്ത് നമ്മൾ യൂറിത്ര അല്ല എന്തെങ്കിലും ടൈറ്റ്നസ് ഉണ്ടോ, ബ്ലാഡറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ സിസ്റ്റോസ്കോപ്പിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഏജ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ.